മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരനെതിരെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണമെന്ന് ആഗ്രഹം പറയാൻ അദ്ദേഹം സീറ്റ് ഇട്ടായിരിക്കുന്ന ചെയ്ത ആളാണ്. നിരാശ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ പാർട്ടിക്കുള്ളിൽ പറയുന്നത് പാർട്ടിക്കുള്ളിൽ പറയണം, ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ മുല്ലപ്പള്ളിയുടെ പ്രതികരണം കേൾക്കാം. നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കെ സുധാകരനെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിമർശനവുമായി എത്തിയിരിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പറയണം, അല്ലല്ല മാധ്യമങ്ങളെ കാണുമ്പോൾ എല്ലാം തുറന്നു പറയുകയല്ല വേണ്ടത്, അത് ആളുകൾ മറക്കരുതെന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. മുല്ലപ്പള്ളിയുടെ വാക്കുകൾ ഇതാ. ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എല്ലാവരും അവർക്ക് എന്തെങ്കിലും ആ തരം അഭിപ്രായമുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. അത് സുധാകരനാകട്ടെ, ഞാനാകട്ടെ, പ്രവീണാകട്ടെ, അതല്ലെങ്കിൽ അഭിജിത്താകട്ടെ, അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരാകട്ടെ, ഒരു പബ്ലിക്കായിട്ട് തൻ്റെ അഭിപ്രായം വെന്റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. പറയേണ്ട വേദിയിൽ വെച്ച് പറയണം, അല്ലാതെ മീഡിയയെ കാണുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് സംസാരിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. മുല്ലപ്പള്ളിയുമായി സംസാരിച്ച ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. വർഷ ഗിരീഷ് തത്സമയം ചേരുന്നു. വർഷ, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതും പറയാതെ പറഞ്ഞതും? SKN കണ്ണൂരിൽ മത്സരിക്കണമെന്ന വാദവുമായി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെതിരെ രൂക്ഷ വിമർശനമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് പറയേണ്ട സാഹചര്യമല്ലെന്നും എന്നാൽ പറയാതിരിക്കാതെ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുമാണ് കെ സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി മുല്ലപ്പള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. പരസ്യമായി പറയേണ്ട കാര്യങ്ങളല്ല സുധാകരൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ പറഞ്ഞു പരിഹരിക്കണം, അല്ലാതെ മാധ്യമങ്ങളെ കാണുമ്പോൾ എല്ലാം മറന്ന് ഒരു ആവേശത്തിൽ തുറന്ന എല്ലാ കാര്യങ്ങളും പറയരുത് എന്നുള്ള കാര്യമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രധാനമായും വിമർശനമായി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ മത്സരിച്ച കാര്യം കൂടെ ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എടുത്തു പറയുന്നുണ്ട്. സീറ്റിനായി താൻ ആരോടും ഭിക്ഷാടനം നടത്തിയിട്ടില്ല, പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം മാത്രമാണ് താൻ മത്സരിച്ചത്. ചിറ്റൂരിൽ മത്സരിച്ചത് ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടത് പ്രകാരമാണ്, മറ്റ് മത്സരങ്ങളും അതുപോലെ തന്നെ പാർട്ടിയുടെ ആവശ്യപ്രകാരമായിരുന്നു, അല്ലാതെ തങ്ങൾ അങ്ങോട്ട് ഭിക്ഷാടനം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ എന്തായാലും കെ സുധാകരനെ ഉദ്ധരിച്ചുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും സുധാകരന്റെ നിലപാട് ശരിയായില്ല എന്ന് തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. അക്കാര്യം അദ്ദേഹം യാതൊരു തടസ്സവുമില്ലാതെ നേരിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാൻ പാടില്ല, ഇത്തരത്തിലുള്ള വാദങ്ങളിലേക്കും അല്ലെങ്കിൽ വിവാദങ്ങളിലേക്കും കടക്കേണ്ടതല്ല, പക്ഷേ ഇക്കാര്യങ്ങൾ തുറന്നു പറയാതെ നിവർത്തിയില്ല. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് തന്നെയാണ് കെ സുധാകരൻ ഈ സമയം എടുക്കുന്നത് എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് ഇവിടെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കെ സുധാകരനെതിരെ കടുത്ത നിലപാടുമായി തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. SKN. താങ്ക് യു വർഷ. കോഴിക്കോട് നിന്നാണ് വർഷ നമുക്കിപ്പം ചേർന്ന്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ മുല്ലപ്പള്ളിക്ക് നല്ലൊരു രാഷ്ട്രീയ പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അല്ല, ഒരു ഉഗ്രൻ ഡയലോഗ് ഇതിനകത്ത് അടിച്ചിട്ടുണ്ട്. സീറ്റിനായി ഞാൻ ആരുടെ മുന്നിലും ഭിക്ഷാടനം നടത്തിയിട്ടില്ല, നടത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല മുല്ലപ്പള്ളിയെ സംബന്ധിച്ച് മുല്ലപ്പള്ളി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നൊക്കെ ഉള്ള ഒരു അഭ്യൂഹം ഒരു ഘട്ടത്തിലുണ്ട്. ഇപ്പോ മുല്ലപ്പള്ളിയോട് വേറൊരു ചോദ്യം ചോദിച്ചു, അതായത് സാമുദായിക സമവാക്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ലിസ്റ്റിൽ, ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ. അപ്പോ മുല്ലപ്പള്ളി പറയുന്നത് എന്റെ കാലത്ത് അതൊക്കെ പാലിച്ചിട്ടുണ്ട്, ഒരുപാട് പുതുമുഖങ്ങളെ നിർത്തിയിട്ടുണ്ട്, അപ്പൊ ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വം പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാന്നാണ്. അപ്പോ മുല്ലപ്പള്ളിക്ക് അടിമുടി ഇക്കാര്യങ്ങൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ അധികാരമാറ്റം ഉണ്ടാകുന്നത് ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തേക്ക് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാവർക്കും മന്ത്രിമാരാകണം. അധികാരം എന്ന് പറയുന്ന സാധനം അത് ആർക്ക് കിട്ടിയാൽ പുളിക്കത്തില്ല, മന്ത്രിസ്ഥാനം കിട്ടിയാൽ പുളിക്കൂ എന്ന് എല്ലാവരും ആലോചിക്കും. എല്ലാവർക്കും മന്ത്രിമാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് മുല്ലപ്പള്ളി പൊതുരംഗത്ത് ഈ മന്ത്രിമാർക്കോ കിട്ടുന്ന ഒരു പ്രാധാന്യം ഒരു ഒന്നാം പൗരന്റെ അവസ്ഥയൊക്കെ ഉണ്ട്. അതായത് ഇവര് ഒരു ചെറിയൊരു പരിപാടിയുണ്ട് ഈ മന്ത്രിമാർക്കും ഇങ്ങനെയുള്ള VVIPകൾക്കും. അതായത് ഇവർ ലാസ്റ്റ് മിനിറ്റിൽ ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങും. നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ഇറങ്ങിയിട്ട് ഇവർ ഒരു അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മെസ്സേജ് പോവും, റോഡ് ക്ലിയർ ചെയ്തേക്കും എന്ന് വെച്ചാൽ ആശുപത്രി പോകുന്നതിനെ ഉൾപ്പെടെ ആംബുലൻസ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥാനത്തിനെയും അരുവിലേക്ക് മാറ്റി ചീറിപ്പാൻ ദേ പോയി മന്ത്രി, ഇതൊക്കെ പവറിന്റെ നമ്മള് ഈ UDFുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. മറുവശത്ത് എന്താണ് അവസ്ഥ? മറുവശത്തും ഈ പറഞ്ഞ സീറ്റ് മോഹികളുണ്ട്, ഒരുപാട് സ്ഥാനാർത്ഥി മോഹികളുണ്ട്. അവിടെ ടേം വ്യവസ്ഥ കർശനമാക്കിയിട്ട് പോലും മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ആ മണ്ഡലം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാകാത്തവരുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.